ഒരിക്കലെങ്കിലും പൊസഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാത്തവരായി ആരും ഉണ്ടാകില്ല. എന്താണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്? എങ്ങനെയാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്? പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. ഭൂമിയുടെ കൈവശാവകാശം തെളിയിക്കുന്ന രേഖയാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. ബാങ്ക് വായ്പ എടുക്കാനും വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിച്ച് ലൈസൻസുകളും പെർമിറ്റുകളും എടുക്കുന്നതിനാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നത്. ഭൂമി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസർക്കാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുള്ളത്. സംസ്ഥാനത്തിന് പുറത്തുള്ള ആവശ്യങ്ങൾക്ക് താലൂക്ക് തഹസീൽദാർക്കാണ് അധികാരം നൽകിയിരിക്കുന്നത്. ഒരു പാഴ്സൽ ഓഫ് ലാൻഡിൽ നമുക്ക് കൈവശമുണ്ടായിരിക്കണം എന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള മിനിമം യോഗ്യത. സർക്കാർ അവകാശം വിട്ടൊഴിഞ്ഞ് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ ഭൂമിയെ സ്വകാര്യ ഭൂമി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഭൂമി എന്ന് പറയാം. ഈ രജിസ്റ്റേർഡ് ഭൂമിയുടെ രജിസ്റ്റേർഡ് ഡോക്യുമെന്റുകൾ ആരുടെ പേരിലാണോ അയാൾക്കാണ് പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ അവകാശമുള്ളത്. ഭൂമി കൈവശത്തിലും അനുഭവത്തിലും ഉണ്ടായിരിക്കുകയും വേണം. എന്നാൽ കൈവശമുള്ള ഭൂമി സർക്കാർ ഭൂമിയാണെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമില്ല. സർക്കാർ ഭൂമിക്ക് പറയുന്ന പേര് പുറംപോക്ക് എന്നാണ്. ഈ പുറംപോക്ക് ഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം സർക്കാരിനു മാത്രമാണ്. ഈ അധികാരം താഴേക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടില്ല. കൂട്ടവകാശത്തിലുള്ള ഭൂമിയാണെങ്കിൽ എല്ലാവരുടെയും പേരിലാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് പൊസഷൻ. നിശ്ചിത കാലത്തേക്ക് വാടകയ്ക്കോ പാട്ടത്തിനോ നൽകിയ ഭൂമിയാണെങ്കിലും കൈവശ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ടൈറ്റിൽ ഹോൾഡറുടെ പേരിൽ തന്നെയാണ്. അപ്പോഴും വാടക, പാട്ടം തുടങ്ങിയവയിലൂടെ കൈവശ അവകാശത്തിന് ന്യൂനത വന്നിട്ടുള്ളതായി കണക്കാക്കേണ്ടി വരും. വാടക, പാട്ടം ഇവ യഥാസമയം ഒഴിപ്പിച്ച് കൈവശം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൈവശാവകാശം നഷ്ടപ്പെടുന്നതാണ്. കൈവശാവകാശം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമെന്നർത്ഥം. ഭൂമിയിൽ ജപ്തി നടപടികളില്ലെന്ന വിവരം കൂടി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ഇതിന് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. പൊസഷൻ സർട്ടിഫിക്കറ്റിന് ഓൺലൈനിലും നേരിട്ടും അപേക്ഷിക്കാവുന്നതാണ്. നേരിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഫാറം ഉപയോഗിക്കാവുന്നതാണ്. ഓൺലൈനിൽ അപേക്ഷിക്കുന്നത് ഇ ഡിസ്ട്രിക്റ്റ് എന്ന സൈറ്റ് വഴിയാണ്. ഇ ഡിസ്ട്രിക്റ്റ് വഴി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന വിധം വിവരിക്കുന്ന വീഡിയോ ലീഗൽ പ്രിസം എന്ന ഈ ചാനലിൽ പ്രത്യേകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അപേക്ഷിക്കുമ്പോൾ കരമടച്ച രസീത്, ടൈറ്റിൽ ഡീഡ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഇവ സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്യണം. 100 KB താഴെ വരുന്ന PDF ഫയലുകളാക്കി വേണം അറ്റാച്ച് ചെയ്യാൻ. 15 രൂപ ഫീസ് കൊടുക്കണം. ഓൺലൈനായി കാർഡ് പേയ്മെന്റ് നടത്താം. ഇത് പ്രയാസകരമാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാവുന്നതാണ്. സർവീസ് ചാർജ് കൂടി നൽകണമെന്ന് മാത്രം. നേരിട്ടാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ രേഖകളുടെ പകർപ്പ് ഫോട്ടോ കോപ്പി എടുത്ത് അറ്റാച്ച് ചെയ്യണം. സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഫോറം ആവശ്യമുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ നിന്ന് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇനി ലോ ഓഫ് പൊസഷൻ എന്താണെന്ന് നോക്കാം. ഉടമസ്ഥതയുടെ പ്രഥമ തെളിവാണ് പൊസഷൻ. അതിനി ഉടമയുടെ അനുമതി കൂടാതെ കൈവശപ്പെടുത്തി വെച്ചതായാലും ശരി. പൊസഷൻ ഈസ് 9 പോയിന്റ്സ് ഓഫ് ലോ എന്നാണ്. 10ൽ 9 മാർക്ക് കൈവശക്കാരനും 1 മാർക്ക് യഥാർത്ഥ ഉടമസ്ഥനും. കൈവശക്കാരന് ഭൂമി കൈവശം വെക്കാനുള്ള ലക്ഷ്യം, ദൃഢനിശ്ചയം, ഉദ്ദേശ്യം, ഇന്റൻഷൻ പ്രകടമായി ഉണ്ടായിരിക്കുകയും യഥാർത്ഥത്തിൽ കൈവശം വെക്കുകയും വേണം. ഈ കൈവശം തർക്കരഹിതമായിരിക്കുകയും ടൈറ്റിൽ രേഖകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണമായ ഉടമസ്ഥത ആകുന്നത്. പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉടമസ്ഥത സംബന്ധിച്ച ഒരു രേഖയായി പരിഗണിക്കുന്നു. എന്നാൽ ഭൂമിയുടെ പരിപൂർണ ഉടമസ്ഥത നിർണയിക്കാൻ സിവിൽ കോടതികൾക്ക് മാത്രമാണ് അധികാരം. ഉടമസ്ഥത കൈമാറണമെങ്കിൽ പൊസഷൻ കൈമാറിയാൽ മതി. ഇപ്രകാരം പൊസഷൻ കൈമാറി ലഭിക്കുന്നയാൾ ഭൂമി കൈവശപ്പെടുത്തി കൈവശം വെക്കുന്നതിലൂടെ ഉടമസ്ഥത കൈമാറ്റം ചെയ്യപ്പെടുന്നു. ടൈറ്റിൽ രേഖകൾ കൂടിയായാൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശ കൈമാറ്റമാകും. ഭൂമി കൈവശപ്പെടുത്തി കൈവശം വെക്കുന്നു എന്നതിന്റെ തെളിവാണ് അതിൽ വരുത്തുന്ന ഇംപ്രൂവ്മെന്റ്സ്, ദേഹണ്ഡങ്ങൾ. തുടർന്ന് ഭൂമി കൈവശം വയ്ക്കാൻ ഇന്റൻഷൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് പോക്കുവരവ് ചെയ്ത് ഭൂനികുതി ഒടുക്കുന്നത്. ഇപ്രകാരമുള്ള ഭൂമി അന്യാധീനപ്പെടുത്താതെ അനുസ്യൂതമായി കൈവശം വെക്കേണ്ടതാണ്. ഇങ്ങനെ അനുസ്യൂതമായി കൈവശം വെച്ചു വരുന്നവർക്കാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുള്ളത്. ഉടമസ്ഥത പാകമായി വരുന്നത് സ്ഥിരമായി കൈവശം വെക്കുന്നതിലൂടെയാണ്. ഇപ്രകാരം പാകമായി വരുന്ന പൊസഷനെ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്നു. ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ഭൂമിയിൽ 12 വർഷവും
സർക്കാർ ഭൂമിയിൽ 30 വർഷവുമാണ് അഡ്വേഴ്സ് പൊസഷൻ പാകമാകുന്നതിനുള്ള കാലം. ഒരു സ്ഥലം ഒരു ബാങ്കിന് ഈടുവെച്ച് വായ്പ എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ബാങ്ക് ആ വസ്തുവിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യും. ആ വായ്പ അടച്ചു തീർക്കുന്നതുവരെ ആ ചാർജ് അവിടെ ഉണ്ടായിരിക്കും. അപ്രകാരം ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ ബാങ്കിനെ അനുവദിക്കുന്നത് വഴി കൈവശക്കാരന്റെ ഭൂമി കൈവശം വെക്കാനുള്ള ലക്ഷ്യം, ഉദ്ദേശ്യം, ആഗ്രഹം എന്നതിൽ കുറച്ചു ഭാഗത്തിന് ന്യൂനത വരുന്നതാണ്. എന്നാൽ ഭൂമി യഥാർത്ഥ കൈവശത്തിലുണ്ടു താനും. അപ്പോൾ പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ ലഭിക്കുമോ? നിയമപരമായി ഇല്ല എന്നതാണ് ഉത്തരം. ആ സ്ഥലത്തിന്റെ പൊസഷനിൽ ഡിഫക്റ്റ് വന്നതിനാൽ പൂർണ്ണമായ കൈവശാവകാശം ഉണ്ടെന്ന് പറയാനാകില്ല. ഈ സാഹചര്യത്തിൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ലഭിക്കുകയില്ല. അതുപോലെ കോടതി ഒരു ജപ്തി ഉത്തരവായി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ അതിന്റെ പൊസഷൻ ഡിഫക്റ്റീവായി, അപ്പോഴും നിയമപരമായി ഓൺലൈനിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. എന്നിരുന്നാലും പൊസഷൻ സർട്ടിഫിക്കറ്റ് ഡിഫക്റ്റ് രേഖപ്പെടുത്തി മാനുവലായി നൽകുന്ന രീതി നിലവിലുണ്ട്. അഡ്വേഴ്സ് പൊസിഷനിലുള്ള ഭൂമിയുടെ കാര്യത്തിലും പാട്ടം, കുടികിടപ്പ് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൈവശാവകാശത്തിന് ഭംഗം സംഭവിച്ചാലും പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. ഇത്തരം പൊസഷൻ അഡ്ജുഡിക്കേറ്റ് ചെയ്ത് ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ പൊസഷൻ ചിലപ്പോൾ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മൾ അറിയാതെയാണ് ഭൂമി മറ്റാരെങ്കിലും കൈവശപ്പെടുത്തിയതെങ്കിൽ പൊസഷൻ റീസ്റ്റോർ ചെയ്ത് കിട്ടുന്നതിന് നമുക്ക് അവകാശമുണ്ട്. കൈവശം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും മൗനം പാലിച്ചാൽ നമ്മുടെ ഉടമസ്ഥത നഷ്ടപ്പെടും. പൂർണ്ണ ഉടമസ്ഥതയ്ക്ക് 10-ൽ 10 മാർക്ക് ആണെങ്കിൽ നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തിയ ആൾക്ക് 10-ൽ 9 മാർക്ക് കിട്ടും. ടൈറ്റിൽ രേഖകളുള്ള നമുക്ക് 10-ൽ 1 മാർക്ക് മാത്രമേ ബാക്കി കാണൂ. കുടികിടപ്പ്, അഡ്വേഴ്സ് പൊസഷൻ ഇവ ഉള്ളവർക്ക് അഡ്ജൂഡിക്കേറ്റ് ചെയ്ത് ഉടമസ്ഥത പരിപൂർണമാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ പൊസഷൻ അല്ലെങ്കിൽ കൈവശാവകാശത്തിന്റെ പ്രാധാന്യം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇത്തരം സുപ്രധാന വിവരങ്ങൾ യഥാസമയം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.